ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഡ്രൈവിംഗിലെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. അതായത് വളരെ ചെറിയ റോഡിലൂടെ വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസമില്ല. കാരണം ചെറിയ റോഡിൽ ചിലപ്പോൾ സൈഡിലായിട്ട് ചെറിയ മതിൽ കാണാം, ഈ സൈഡിൽ ചിലപ്പോൾ ചെറിയ മതിൽ കാണാം. അതിൻ്റെയൊക്കെ ഇടയിലൂടെ നമ്മുടെ വാഹനം ഇങ്ങനെ പതുക്കെ ഓടിച്ചു പോകണം. അങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് മിററോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മിററോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഏതെങ്കിലും ഒരു വശമോ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് തട്ടാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിലുണ്ട്. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് അത്തരത്തിലുള്ള വളരെ ഇടുങ്ങിയ സ്പേസിലൂടെ നിങ്ങളുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ മുൻവശം എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് ഓടിക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്ക്, അതായത് വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓടിച്ച് തുടങ്ങുന്ന തുടക്കക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ തരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ വളരെ ഇടുങ്ങിയ ഒരു സ്പേസിലാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിപ്പം എൻ്റെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിറർ കാണാം, ഇടത് സൈഡിലെ മിറർ കാണാം, സെൻറ്റർ മിററും കാണാം. ഇപ്പം നമ്മൾ ഇവിടുന്ന് നമ്മുടെ വാഹനം റൈറ്റ് സൈഡിലുള്ള വളരെ ഇടുങ്ങിയ ഒരു സ്പേസ്, അതായത് അത്രയും ഒരു ഇടുങ്ങിയ ഒരു റോഡിലേക്ക് നമ്മുടെ വാഹനം കയറുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വലത് സൈഡിലേക്ക് പോകരുത്, ഇടത് തന്നെ ചേർന്ന് വരിക. ഇതുപോലെ ഇടത് ചേർന്ന് വരുന്ന സമയത്ത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഇനി അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വീണ്ടും ഞാൻ വാഹനം പതിയെ മുന്നോട്ട് എടുക്കുകയാണ്. എന്നിട്ട് തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡ് ഇതുകൊണ്ട് ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ആ നിൽക്കുന്ന ആ ചെറിയ മരവും അതുപോലെ തന്നെ തിരിയാനായിട്ട് ഉദ്ദേശിച്ച ആ ഒരു സ്പേസിൻ്റെ ആ ഭാഗത്തെ ആ റോഡും എനിക്കിതുകൊണ്ട് ഈ ഒരു മിററിന് നേരെ കാണുന്ന പരുവത്തിന് എൻ്റെ വാഹനം വരുമ്പോൾ ഞാൻ വാഹനത്തെ നിർത്തും. ആ റോഡിൻ്റെ ഏരിയയും ഈ ഒരു ഭാഗം ലെവലിൽ വരുമ്പോൾ എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക, ഹാഫ് ക്ലച്ച് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുന്നു, വെറും ഒരു റൗണ്ട് ഇതേ. എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ തിരിഞ്ഞ് കയറുകയാണ്. ഈ ഒരു റൗണ്ട് തിരിക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ ഒരുപാട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇങ്ങോട്ട് ഒരുപാട് ചേർന്ന് പോകും. ആദ്യം ഒരു റൗണ്ട് തിരിക്കുക, എന്നിട്ട് നമ്മൾ മുൻവശം നോക്കുക, ഒരുപാട് ഇങ്ങോട്ട് ചേരുമോ നോക്കുക. അല്ലെങ്കിൽ അങ്ങോട്ടാണ് നിൽക്കുന്നതെങ്കിൽ വീണ്ടും നമ്മൾ സ്റ്റിയറിംഗ് ഇതുകൊണ്ട് ഫുള്ള് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ട് ഈ ഇടുങ്ങിയ സ്പേസിലേക്ക് നമ്മുടെ വാഹനം ഇത്തരത്തിൽ കയറ്റാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു മതിലും ചെറിയ കെട്ടുകളും നമുക്ക് ഇവിടെ കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു കല്ല് കെട്ടിയ ഒരു ഏരിയയും ഉണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്തരത്തിലുള്ള റോഡുകളിൽ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാക്കുക എന്നുള്ളതാണ്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ വലത് തിരിഞ്ഞ് കിടക്കുന്ന സ്റ്റിയറിങ്ങിനെ അല്ലെങ്കിൽ ടയറിനെ നേരെയാക്കാനായിട്ട് ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു അരമുക്കാൽ റൗണ്ട് നമ്മൾ നേരെ തിരിച്ചു പിടിക്കുന്നത്. അതായത് ഏകദേശം ഈ ഒരു പൊസിഷനിൽ സ്റ്റിയറിംഗ് ലെവൽ വരുന്ന തരത്തിൽ ആദ്യം ഒന്ന് നേരെയാക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു അര റൗണ്ട് അടുത്തേ ഞാൻ തിരിച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, ഒരു അര റൗണ്ട് അടുത്തേ തിരിച്ചിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ടും കൂടെ തിരിക്കുകയാണ് ഇടത് സൈഡിലേക്ക്. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെയായി. എന്നിട്ട് ഇത് ഉറപ്പ് വരുത്താനായിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്തൊന്ന് വണ്ടി അനക്ക് നോക്കുക. അപ്പം നമ്മുടെ വണ്ടി നേരെയാണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ വലത് സൈഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വലത് സൈഡ് എപ്പോഴും നമുക്കിതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഈ എ പില്ലർ വെച്ചിട്ട് ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ വണ്ടിയുടെ വലത് സൈഡിലെ ടയർ പോകുന്നത്. ഇടത് സൈഡിലെ ടയർ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേരുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ നോക്കുക, ഇങ്ങനെ. അതായത് പരമാവധി നമുക്ക് ഇടത് ചേരണമെന്നുണ്ടെങ്കിൽ. ഇനി ഇടത് സൈഡുമായിട്ട് ഒരു സ്പേസ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡാഷ്ബോർഡിന്റെ സെന്റർ വെച്ച് നോക്കുക. സെന്റർ വെച്ച് നോക്കാൻ പറയുന്നത് ഈ ഡാഷ്ബോർഡും ആ സൈഡിലുള്ള മതിലുമായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു അളവിൽ ഈ ഒരു ലെവലിൽ നിൽക്കണം. അപ്പം നമ്മൾ ഒരു നിശ്ചിത സ്പേസ് ഇടത് സൈഡിലുള്ള മതിലുമായിട്ട് ഇട്ടേക്കും. നമുക്ക് ഡ്രൈവിങ്ങിൽ ഏറ്റവും ചലഞ്ചിങ് എന്ന് പറയുന്നത് ഇടത് സൈഡ് ചേരുവോ തട്ടോ എന്നുള്ളതാണ്. കാരണം നമുക്ക് കാണാൻ കഴിയത്തില്ലല്ലോ. അപ്പം നിങ്ങൾ അത് നോക്കുക. എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ഇതേ നമ്മുടെ വണ്ടി ഇടത് സൈഡിലേക്ക് ചേർക്കുന്നു. ഇതുകൊണ്ടോ ഇടത് സൈഡിലേക്ക് നമ്മൾ ഇത്രയും ചേർക്കുന്നു. ഇത്രയും ചേർക്കുമ്പോൾ വലത് സൈഡ് ഫ്രീ ആയി, കാരണം വലത് സൈഡ് സ്പേസ് ആയി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇടത് സൈഡ് പരമാവധി
പരമാവധി ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് കുറച്ച് തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ റൈറ്റ് സൈഡ് ഏരിയ നോക്കുകയാണ്. ഇതേ റൈറ്റ് സൈഡ് ഏരിയ വളരെ ക്ലിയർ ആണ്. ഒപ്പം തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ മിററിലൂടെ വണ്ടിയുടെ സ്പേസ് കാണാം. ബാക്ക് സൈഡിൽ എത്രത്തോളം വണ്ടി സ്പേസ് ഉണ്ടെന്ന് അറിയാം, ഇടത് സൈഡിലെ സ്പേസ് കാണാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ വാഹനം മെല്ലെ വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി എൻ്റെ വാഹനം നേരെ മുന്നിലേക്ക് എടുക്കുന്നു. ഇനി കുറച്ച് ദൂരം ഞാൻ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പോൾ എൻ്റെ വണ്ടി ഞാൻ മറ്റൊരു നല്ല കയറ്റത്ത് കൊണ്ടാണ് വണ്ടി നിർത്തിയേക്കുന്നത്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിന് പ്രോപ്പർ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുന്നു. ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് വാഹനം മുന്നോട്ടെടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ വാഹനം ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ലെഫ്റ്റ് സൈഡ് നല്ല രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ലെഫ്റ്റ് സൈഡ് എത്രത്തോളം ചേരുന്നുണ്ട്, അല്ലെങ്കിൽ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് തട്ടാതിരിക്കാനായിട്ട് പ്രധാനമായിട്ട് നോക്കുക. കാരണം റൈറ്റ് സൈഡ് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് ചെറിയ റോഡുകളിൽ നിങ്ങളിതുണ്ട്, ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് ആ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഏരിയ കൂടെ നോക്കുക. ഇത്തരത്തിൽ കണ്ടോ. എന്നിട്ട് നമുക്കിതുണ്ട്, ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സ്പേസ് ഇടാം. ഒപ്പം തന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഇടത് സൈഡിലെ മിറർ സൈഡിലുള്ള ഒരു ഒബ്ജക്റ്റിലും തട്ടത്തില്ല. എന്നാൽ നമ്മൾ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് എതിരെ ഒരു വാഹനം വന്ന് കണ്ടോ, ഇത് വളരെ ഇടുങ്ങിയ റോഡാണ്. ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പലർക്കും വെപ്രാളം ഉണ്ടാവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ റോഡിൻ്റെ ഇടുങ്ങിയ സ്പേസ് ആണ്. അവിടെ നിന്ന് എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ കയറി വരുന്നത് കൊണ്ട് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയും അല്ലെങ്കിൽ എതിരെ വരുന്ന വണ്ടിയും കടന്നു പോകാനായിട്ട് ഇടയെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ വാഹനം ബാക്ക് സൈഡിലേക്ക് എടുത്ത് സ്പേസ് കൊടുക്കാനായിട്ട് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ എതിരെ വരുന്ന വാഹനം ഓടിച്ചു വരുന്ന ആൾ ഒതുക്കി തരണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ഡ്രൈവറും കൃത്യമായിട്ട് ഒരു വാഹനം വരുന്നതനുസരിച്ച് മനസ്സിലാക്കും. അപ്പം എനിക്ക് ഒത്തിരി ബാക്കിലേക്ക് ഇറങ്ങിയാലേ എൻ്റെ വാഹനത്തിൻ്റെ സൈഡ് ഒതുക്കാനായിട്ട് സ്പേസ് ഉള്ളൂ. എന്നാൽ അവിടുന്ന് വരുന്ന ഒരു വാഹനം ഓടിച്ചു വരുന്ന ആൾക്ക് അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അവിടെ വാഹനം നിർത്തി തരാനായിട്ട് കഴിയും. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം വാഹനം അവരവിടെ നിർത്തി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമുക്ക് ഇതുണ്ട് നോർമൽ കണ്ടീഷനിൽ ഇതുണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരാം. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട്. സ്പേസ് വരുമ്പം ഇവിടെ ഒതുക്കി തന്ന ആൾക്ക് വാഹനവുമായിട്ട് മാറിപ്പോകാനായിട്ട് കഴിയും. ഇനി നമുക്ക് രണ്ട് വണ്ടിക്ക് പോകാനായിട്ടുള്ള ഇടയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവിടെയാണ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടുന്ന് ഒരു വാഹനം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മെത്തേഡ് വെച്ചിട്ട് എൻ്റെ വാഹനത്തെ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കും. ഇതുണ്ടോ, ഈ മെത്തേഡ് വെച്ച് പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കും. ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടോ നോക്കും. ഇപ്പോൾ ഇവിടെ ഒരു കുഴിയാണ്, ഇവിടെ നമുക്ക് ഇടയില്ല. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ചും കൂടെ നമ്മൾ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് അങ്ങോട്ട് ഒതുക്കി കൊടുക്കും. ഇതുണ്ടോ, ഈ മെത്തേഡ് വെച്ച്. അപ്പം ഇവിടെയുള്ള സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് എതിരെ വരുന്ന വാഹനത്തിന് കയറി വരാനായിട്ട് കഴിയും. അപ്പോൾ അതൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. കണ്ടോ, ഇപ്പോൾ നമ്മൾ പരമാവധി ലെഫ്റ്റ് ചേർന്നാണ് പോകുന്നത്. ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പതിയെ അനക്കി നീക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ നോക്കി ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് ക്ലച്ച് അയച്ച് പതിയെ വാഹനത്തെ നീക്കാം. വണ്ടി നിർത്തണമെന്ന് തോന്നിയാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടുക. അപ്പം ഈ മെത്തേഡുകൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും മനസ്സിലാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയോജനം ചെയ്യും. അപ്പം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് ഇടുങ്ങിയ റോഡുകളിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം.